റിവഞ്ച് സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു രീതി കണ്ട സൂപ്പർ പടമാണ്. അമ്മാൻ സജിനെ നമ്മൾ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് വെറുത്ത് പ്രാഗി പോകും. ആ രീതിയിലുള്ള കഥാപാത്രമായിട്ടൊന്ന് വിളിച്ചോട്ടെ ഡയറക്ടർ വിളിച്ചോണ്ടിരിക്കും. ഹലോ എവരിവൺ. ബേസിൽ ജോസഫ്, സജിൻ ഗോപു, ലിജോ മോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പൊന്മാനിലെ വിശേഷങ്ങളിലേക്ക്. എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് നല്ല പടം. കോമ്പിനേഷൻ സൂപ്പറാണ്. പക്ഷേ ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു രീതി കണ്ട സൂപ്പർ പടമാണ്. നല്ല ഡയറക്ഷൻ, ക്ലൈമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ട്വിസ്റ്റ് അങ്ങനത്തെ അല്ലേ പടം. സംഭവം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയവും എല്ലാം കൊള്ളാം. അമ്മാൻ എങ്ങനെയുണ്ട്? അമ്മാൻ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. പുള്ളിക്കാരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പടമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. 2 മണിക്കൂറേ ഉള്ളൂ, ക്രിസ്പാണ്. പക്ഷേ 3 പേരുടെയും കട്ടയ്ക്ക് കട്ടുള്ള പെർഫോമൻസാണ്. പ്രത്യേകം എടുത്ത് പറയുന്നത് ലിജോ മോൾ വലിയ കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ലിജോ മോൾ അധികം മലയാളത്തിൽ അധികം ഉപയോഗിച്ചിട്ടില്ല സംവിധായകർ. പക്ഷേ ഈ പടത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലിജോ മോൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലായിക്കോട്ടെ സജിനായിക്കോട്ടെ നമ്മൾ അമ്പാൻ സജിനെ നമ്മൾ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് വെറുത്ത് പ്രാഗി പോകും. ആ രീതിയിലുള്ള കഥാപാത്രമാണ്. പക്ഷേ സജിനെ പറയാതിരിക്കുന്നത് നല്ല പെർഫോമൻസാണ്, ഗംഭീര പ്രകടനമാണ്. പിന്നെ ഇതിനകത്ത് വേറെ കുറേ ഇന്നർ തീംസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ സ്വർണ്ണത്തിന് വിലയൊക്കെ കൂടിയിരിക്കുകയാണല്ലോ, ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഈ അമിതമായിട്ട് പൊന്ന് കയ്യിലിരുന്നാൽ ഉണ്ടാകുന്ന പേഴ്സണലി ഉണ്ടാകുമെന്ന് നമ്മൾ എത്ര സാധാരണക്കാരനായാലും ഈവിളായി മാറും എന്നൊക്കെ കുറേ തീംസ് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പൊന്നിനേക്കാൾ വലുതാണ് പെണ്ണ് എന്നൊക്കെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ബാക്കിയുള്ള പബ്ലിക്കിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന രീതിയിൽ ചില ഇന്നർ തീംസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ദുഗോപൻ്റെ എഴുത്താണല്ലോ സിനിമ ആക്കിയിരിക്കുന്നത്. പക്ഷേ ആ എഴുത്ത് പക്കായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഡയറക്ടർ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയെ ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ്. ബേസിലും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ഇത്രയും നാളും ഒരു ജോളി ഫൺ അങ്ങനെ ഒരു അടിച്ചുപൊളി ലെവലിൽ പല സിനിമകളും കണ്ട ബേസിലിൻ്റെ മറ്റൊരു ലെവൽ, ഒരു പക്ക സാധാരണക്കാരൻ, അയാൾക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷനും ദേഷ്യവും നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ അത് നന്നായിട്ട് ബേസിലത് കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. കട്ടയ്ക്ക് നിന്ന് സജിൻ ഗോപുവിനെ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങ് വെറുത്ത് അല്ല, അഭിനയത്തിൻ്റെ മികവാണ്. നമ്മളങ്ങ് അയാളെന്ന് മതി, ഇല്ലാണ്ടായാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ആ സിനിമയിൽ ഇൻവോൾവ്. ആവേശത്തിൽ കണ്ട അമ്പാനൊന്നുമല്ല, അത് പക്ക ഒരു ഗുണ്ട മാസ് ലുക്കാണല്ലോ. ഇത് നേരെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ ഈ ക്യാരക്ടറിലുണ്ട്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എത്രത്തോളം മറ്റേ അമ്പാൻ ഇഷ്ടപ്പെട്ടു അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ഇപ്പം പറഞ്ഞിട്ടാണ് വന്നത്, ഒരു 5.5 കൊടുക്കുക, അത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായമാണ്, മറ്റൊരാളുടെ അഭിപ്രായമല്ല. ഒരു മീഡിയം മേക്കിംഗ് കൊള്ളാം. ഒരു തുരത്തിലുള്ള ചെറിയൊരു കഥ. ബേസിൽ കുഴപ്പമില്ല, നല്ല ആക്ടിങ് ആണ്. ഒരു ഗോൾഡിൻ്റെ കഥ, ഒരു ജീവിത കഥ. കുഴപ്പമില്ല, കൊള്ളാം. തിരിച്ചറിവുണ്ടോ? ഇല്ല, തിരിച്ചറിവ് കാണില്ല ഇനി പടം. ശരി, പോട്ടെ. ഡയറക്ടർ ഒന്ന് വിളിച്ചോട്ടെ. ഡയറക്ടർ വിളിച്ചോണ്ടിരിക്കും. ഓക്കെ. നല്ല പടം. ഞാൻ അഭിപ്രായം പിന്നെ പറയാം. അല്ല, നല്ല പടമാണ്. എനിക്ക് ഞാൻ ഡയറക്ടർ